ഞാൻ ഒരു വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ വയ്ക്കാം. കാര്യം എന്താണെന്നറിയാമോ, ഇത് പറയാതെ ഞാൻ കുറേ ദിവസമായിട്ട് കാണുന്ന വീഡിയോ ആണ്. ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാനും ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന ആളാണ്. ഇത്ര ഒരു 10-15 വർഷമായിട്ട് ഞാൻ ഗൾഫിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഏതായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം. വിഷയത്തിൽ വന്നേക്കാട്ടി മുമ്പ് ഞാനൊരു വീഡിയോ കാണിക്കാം. ഓക്കെ, ഒന്നാമത് ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ള പെൺപിള്ളേരൊന്നും ഈ വീട്ടു ജോലി അത്രയും സാലറി അല്ലെങ്കിൽ അവിടെ സുഖമാണ്, സ്വസ്ഥതയാണ്, നാട്ടിൽ പല പ്രശ്നങ്ങളും കാണും, കുടുംബത്തും കാണും. അതൊക്കെ ഓർത്തിട്ട് നാട് വിട്ട് പോയിട്ട് അവിടെ നിന്ന് കുറെ കാശ് കിട്ടും, സെറ്റ് ആവുന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നാട്ടിൽ വല്ല പണിയും ചെയ്ത് ജീവിക്കുക. അവരുടെ ഒന്നും വീട്ടിൽ ഓരോരുത്തർ പറയുന്നത് കേട്ട് പോവാതിരിക്കുക. ചോദിക്കുന്ന കാശും കൊടുത്താൽ എന്റെ കൂട്ട അവസ്ഥയാവും. വീട്ടിൽ കടക്കാർ കയറി ഇറങ്ങും. പിന്നെ നമ്മൾ വേറെ എവിടെയും പോയി കിടക്കും. ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് വേറെ എവിടെയും പോയി കിടന്ന് ജോലി ചെയ്ത് കൊടുക്കാൻ പറ്റി. എല്ലാവർക്കും അവസ്ഥയാവണമെന്നില്ല. എത്രയോ പേര് കാണുന്നില്ലേ അവിടെ കിടക്കുന്നവർ രക്ഷപ്പെടാൻ പറ്റാതെ ഒരുപാട് പേരുണ്ട്. അവിടെ പോയി ഇറങ്ങിയാലേ അറിയത്തുള്ളൂ. ഓരോരുത്തരുടെ അടുത്ത് പോയി ഇടപെടുമ്പോഴേ അറിയത്തുള്ളൂ ഓരോരുത്തരുടെ പ്രശ്നം. എൻ്റെ വീഡിയോ കുറേ ദിവസങ്ങളായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ പരിചയമില്ലെങ്കിൽ ടിക്ടോക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പരിചയം ഉണ്ടാകും. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും. ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് വരെ 3-4 വർഷമായിട്ടുള്ളൂ ഇപ്പോൾ അത് ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ രേണുസുധിൻ്റെ കൂടെ കുറേ 2-3 സീനുകളിലൊക്കെ കണ്ടു. പിന്നെ ഈ കോഴിക്കോട് ദാസേട്ടൻ, കോഴിക്കോടല്ലേ അങ്ങനെ തന്നെ അയാളുടെ പേര് അങ്ങനെയല്ലേ, അതായത് രേണുസുധിൻ്റെ കൂടെ ദാസേട്ടൻ കൊണ്ട് ഒരാളില്ല അഭിനയിക്കുന്നില്ലേ, അയാളുടെ കൂടെ ഒരു ഇതിലൊക്കെ കണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയാണ്, വേറെ ആരുമല്ല, ശ്രീകുട്ടി. അതായത് ശ്രീലക്ഷ്മി എന്നാണ് പേര്. ഞങ്ങളൊക്കെ ആ ഒരു ടിക്ടോക്കിൽ അറിയപ്പെടുന്ന ശ്രീകുട്ടി എന്നാണ്. അപ്പോൾ എനിക്ക് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരത്തിനെ കുറിച്ച്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ചെക്കിച്ച് കഴിഞ്ഞൊക്കെ നമ്മൾ സംസാരിക്കുന്നില്ല. ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞത് മാത്രമാണ്. കുവൈറ്റ് വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ് ചാടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. കാര്യം നമ്മൾ ചുറ്റും നടക്കുന്ന ആൾക്കാരും ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പോയി കണ്ടതും പിടിച്ചതൊക്കെയാണ്. പക്ഷേ ഈ പുള്ളിക്കാരത്തി വന്നിരുന്ന് പറയുന്നത് എല്ലാം തന്നെ തിരിച്ചും മറിച്ചും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അതായത് പുതിയതായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ അത് സത്യമാകുള്ളൂ. പക്ഷേ അല്ലാത്തവർക്കൊക്കെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം കള്ളത്തരം ഉണ്ട് അതിൻ്റെ അകത്ത് എന്നുള്ളത്. ഏതായാലും അതിൻ്റെ അകത്തൊന്നും ഞാൻ വരുന്നില്ല. അവരായി. പക്ഷെ ഈ ഒരു കാര്യം കുറേ ആൾക്കാർ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു സമയത്തല്ല, പണ്ടേ മുതലേ അറബി നാടുകളിൽ വന്നിട്ടാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ പുരോഗമനം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലെങ്കിലും ഒരാളെങ്കിലും പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അതിനുശേഷമാണ് അവരെല്ലാവരും തന്നെ കുടുംബം തന്നെ രക്ഷപ്പെടുന്നത്. അതായത് മക്കളെ കെട്ടിക്കാനായാലും, മക്കൾക്ക് വീട് വെക്കാനായാലും, പിന്നെ പെങ്ങന്മാരെ കെട്ടിക്കാനായാലും, അനിയന്മാരെ ജോലിക്കാണെങ്കിലും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഗൾഫ് രാജ്യത്തെ ആശ്രയിച്ച് തന്നെയാണ് ജീവിച്ചുകൊണ്ട് പോയിരുന്നത്. നമ്മളെ കേരളം ഇന്ന് ഈ ലെവലിലെത്തിയെങ്കിൽ, ഇന്നിപ്പോൾ യൂറോപ്യൻ കൺട്രി പോകുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് വരെയെങ്കിലും ഈ ഗൾഫ് രാജ്യത്തെ കണ്ടിട്ട് തന്നെയാണ് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അതായത് കേരളം എന്നുള്ളത് മിനി ഗൾഫായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും ഈ പുള്ളിക്കാരത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. പിന്നെ എല്ലാവരും ഒരുപോലെ അല്ല. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, നമ്മുടെ കയ്യിലെ കാശും മേടിച്ച് പറ്റിച്ചും ഇതാക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ ആൾക്കാരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏജൻസികൾ അങ്ങനത്തെ ഉണ്ട്, ഒരുപാട് ഏജൻസികളുണ്ട്. പറ്റിക്കപ്പെടുന്നതും പറ്റിക്കപ്പെടുത്തുന്നതും നമ്മളെ വേറെ വഴിക്ക് കൊണ്ടുവന്ന് നമ്മളാർക്കെങ്കിലും കൊണ്ട് വിൽക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏജൻസികളുണ്ട്. അതുപോലെ തന്നെ നിൽക്കുന്ന വീടുകളായാലും ഒന്ന് പറയാമല്ലോ, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ അറബി നാട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുവൈറ്റ് എന്ന് പറയുമ്പോൾ കുവൈറ്റിലെ അറബികളാണെങ്കിലും ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പറയാം, ഒരു വീടിനുള്ളിൽ അവർ കാശ് കൊടുത്ത് തന്നെയാണ് നമ്മളെ അവിടെ ജോലിക്ക് നിർത്തുന്നത്. ഇപ്പം നിങ്ങൾ കാശ് കൊടുത്ത് വരുവാണെങ്കിൽ പോലും കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അറബി വീട്ടിലോട്ടാണ് വരുന്നതെങ്കിൽ അവർ കാശ് മുടക്കിയിട്ടാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഈ കാശൊക്കെ തന്നെ ഈ ഏജൻറ്റുമാരെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. അവർ നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടാണ് നമ്മളെ നാട്ടിൽ നിന്ന് കുവൈറ്റ് വീട്ടിലോട്ട് കൊണ്ടുവരുന്നതും. അവർ പലതും പറയും, പക്ഷേ നമ്മളോട് പലതും പറയും. അവിടെ ഒന്നും പറയത്തില്ല. നമ്മളോട് പറയും മാസത്തിലൊരിക്കൽ ലീവെന്ന്, അവരോട് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല.
ഇതൊക്കെ ചെയ്യുന്നത് ഏജൻറ്റുമാരാണ്. നല്ല ഏജൻറ്റുമാരുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷേ മിക്ക ഏജൻറ്റുമാരും ഇങ്ങനെ കള്ളത്തരം കാണിച്ചും എല്ലാം കാണിച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, പുറത്തുള്ള ഏജൻറ്റിന് ആ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന്, ഈ അറബി വീട് എല്ലാവരും പറയും ഞാൻ ഷെയ്ഖിൻ്റെ വീട്ടിലാണ്. എല്ലാവരും ഷെയ്ഖിൻ്റെ വീട്ടിലൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ എല്ലായിടത്തും ഏത് ഷെയ്ഖായാലും ഏത് ആൾക്കാരായാലും ശരി, ബന്ധനം തന്നെയാണ്. അവർ വീടിൻ്റെ അകത്ത് പെട്ടാൽ അതിൻ്റെ അകത്ത് എന്ത് നടക്കണമെന്ന് അവർക്കും അവിടെയുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പിന്നെ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ല എന്നുള്ളതും കൂടി ഞാനിവിടെ പറയുകയാണ്. ഇത്രത്തോളം എല്ലാവരും ആക്ഷേപിക്കുമ്പോഴും പറയുന്നത്, ഒരുപാട് വീടുകളിൽ തിന്നാനും കുടിക്കാനും ഉണ്ട്, ടിക്ടോക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ കുവൈറ്റികൾ തന്നെ ടിക്ടോക്ക് ജോലിക്കാരായിട്ട് കൂടെ നിന്ന് ടിക്ടോക്ക് ചെയ്യുന്നതുണ്ട്. അവർ വായിൽ വെക്കും മുമ്പേ ജോലിക്കാർക്ക് വാരി കൊടുക്കുന്നതുണ്ട്. പിന്നെ എന്നാലും എത്ര സ്വർണ്ണക്കൂട്ടിലിട്ടാൽ പോലും അതിൻ്റെ അകത്ത് ബന്ധനം തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. അവർ പറയുമ്പോൾ നമുക്ക് ഒരു എവിടെ പോയി ഇരിക്കാനുള്ള സമയം കിട്ടത്തുള്ളൂ. ജോലി ചെയ്യാൻ വേണ്ടി തന്നെയാണ് അറബി വീട്ടിൽ വരുന്നത്, അല്ലാതെ അവിടെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. ആണോ? അല്ല. അവർക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ജോലി ചെയ്തേ പറ്റൂ. ഇപ്പം ഇത്രത്തോളം കുറ്റം പറയുന്നതുകൊണ്ട് പറയണേണ് കേട്ടോ. ഞാൻ ജീവിക്കുന്ന ഒരുപാട് ജോലിക്കാരുണ്ട് കേട്ടോ ഈ അറബി വീട്ടിൽ നിൽക്കുന്നത്. ചെല്ലുമ്പോൾ ചില സുഖമാണ്, കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊക്കെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ള തിന്നാനും കുടിക്കാനും ഉണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാര്യം അവർക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവരിങ്ങനെയാണ് ഇപ്പോൾ എല്ലാ കാര്യം. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാര്യം ജോലിക്കാരെ അതുപോലെ കെയറായിട്ട് നോക്കണമെന്നൊക്കെ ഉള്ള അവരുടെ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ അവർ കെയറായിരിക്കണം. നിങ്ങൾ വീട്ടിൽ വരുന്ന ജോലിക്കാരെ അത്രത്തോളം കെയറായിരിക്കണം നോക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ അവരുടെ ഇതിൽ തന്നെ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിലാണ് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനാണെങ്കിലും അതാത് സമയത്ത്, സമ്മറായാലും വിൻ്ററായാലും ആ സമയത്തുള്ള ഡ്രസ്സും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും, ഇത്ര സമയം ഉറങ്ങാൻ വേണ്ടിയിട്ടും എല്ലാത്തിനുമുള്ള വൈഫൈ പോലും എടുത്തു കൊടുക്കുന്ന സ്വന്തം വീട്ടിലെ വൈഫൈ പോലും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. മിക്ക സ്ഥലത്തും ക്യാമറയുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കൂട്ടിയിട്ട് വേണം ഇതിനകത്ത് വരണമെങ്കിൽ. വന്നാൽ തന്നെയാണെങ്കിലും ഇനി വന്ന ആൾക്കാരാണെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നിൽക്കണമെങ്കിൽ. പറ്റിയില്ലെങ്കിൽ ഉടനെ നിങ്ങളെ ഏജൻറ്റുമാരെ വിളിച്ച് പറയുക, എവിടെ നിന്ന് മാറാൻ നോക്കുക. പിന്നെ എല്ലാ ഏജൻറ്റുമാരും ഈ പറഞ്ഞ പോലെ ഭയങ്കര കളിപ്പീരുണ്ട്. കളിപ്പിക്കീരെന്ന് വെച്ചാൽ കളിപ്പിൻ്റെ അറ്റമുണ്ട്. സ്വന്തം മലയാളികളാണെങ്കിൽ മലയാളികളാണ് എല്ലാ ഏജൻറ്റ് ഞങ്ങളെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിരിക്കും കഴിക്കത്തില്ല. അതുകൊണ്ടിട്ട് അതുപോലത്തെ ആൾക്കാരുമുണ്ട്. അപ്പം ഇനിയും ഇതുപോലത്തെ വേറെ ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും ഒരു കണത്തിപ്പെടുത്താൻ നിൽക്കണ്ട. പിന്നെ ഈ പുള്ളിക്കാരത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരത്തിൻ്റെ ആദ്യം കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ കണ്ടത്. പിന്നെ കണ്ടപ്പോഴൊക്കെ നല്ല വീഡിയോസൊക്കെ കണ്ടേക്കണത്. പിന്നെ ഈ പുള്ളിക്കാരത്തി പലതും ഒളിച്ചു വെച്ചിട്ടാണ് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ കൊടുക്കുന്ന പലതും. അതിന് ഇവിടെ പല ആൾക്കാരും ഇന്നും സാക്ഷികളായിട്ട് ഇന്നും കുവൈറ്റിൽ നടപ്പുണ്ട്. അപ്പോൾ ആരെക്കുറിച്ചും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മളും കുറേ കാര്യങ്ങൾ കണ്ടും കേട്ടും ഉണ്ടായത് കൊണ്ടിട്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. ആരെയും തള്ളി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. തൻ്റെ നിലനിൽപ്പ് വേണ്ടി താൻ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ജയിലിലൊക്കെ കയറി പുള്ളിക്കാരത്തി പുറത്തോട്ട് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാണ്ട കാരണങ്ങൾക്കും കാര്യങ്ങൾക്കും കുവൈറ്റുകളും മാത്രമല്ല, പുള്ളിക്കാരത്തിൻ്റെ കയ്യിലും കുറച്ചൊക്കെ അപാകതകളുണ്ട്. പക്ഷേ എല്ലാം അവിടെ മറച്ചു വെച്ചിട്ട് താൻ എപ്പോഴും നല്ല രീതിയിലുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരത്തി അവിടെ വീഡിയോ ഇട്ടത്. അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കയറിയാൽ കാണാനും പറ്റും. പുള്ളിക്കാരത്തി എല്ലാം വിഴുങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും എനിക്കത് കുത്തിത്തിരികെ പറയാനൊന്നും താല്പര്യമില്ല. പക്ഷേ ഇത് പൊതുവായിട്ട് എല്ലാം ഒരു കുവൈറ്റുകളെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തപ്പോഴാണ് എല്ലാവരും അങ്ങനെയുള്ളവരല്ല. ആണെങ്കിൽ തനിക്ക് ആ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ? കുവൈറ്റിൽ സമ്മതിക്കത്തില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ബൈ. നിങ്ങളുടെ കമൻറ്റിലൂടെ ആയിരിക്കും അടുത്ത വീഡിയോ.